ഈ കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചർച്ചയൊക്കെ നമുക്കറിയാം. അത് തുടക്കത്തിൽ ADGPക്കെതിരെ വന്നു. ADGPയുടെ ഇടപെടലുകൾ കൊണ്ട് വലിയ പ്രയാസമുണ്ടാക്കുന്ന വാർത്തകൾ ഒക്കെ വന്നു കേരളത്തിൽ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആക്ഷേപം ഒരു MLA ഉന്നയിച്ചപ്പോൾ ആ ആക്ഷേപത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി. അന്വേഷണം പ്രഖ്യാപിച്ചു. വീണ്ടും അദ്ദേഹത്തെക്കുറിച്ച് വീണ്ടും പരാതി വന്നു. സാമ്പത്തികമായുള്ള ഇടപെടലുകൾ, സാമ്പത്തികം ഉണ്ടാക്കുന്നതിനുള്ള അമിത താല്പര്യം, അതൊക്കെ വന്നു. ആ സമയത്ത് വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചു കേരളത്തിൽ. അങ്ങനെ വിജിലൻസ് അന്വേഷണവും ഈ പോലീസിനകത്തുള്ള DGPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പിന്നീട് ആ ഉന്നയിച്ച ആള് ഇതിങ്ങനെ മാറി മാറി എന്നെ നിസ്കരിക്കാൻ സമ്മതിക്കുന്നില്ല, എൻ്റെ വിശ്വാസത്തിലാണ് പ്രശ്നം, അതുപോലെ മലപ്പുറത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറി വർഗീയവാദിയാണ് എന്നുള്ള ആക്ഷേപത്തിലേക്ക് വരിക. അതിനെ തുടർന്നാണ് പിന്നീട് ഹിന്ദുവിലെ അഭിമുഖത്തിലേക്ക് എത്തുന്നത്. ഇതൊക്കെ നമ്മൾ കാണുക. അവിടെയെല്ലാം ചില ആളുകളുടെ അമിത താല്പര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ADGP വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞ CPIയുടെ നിലപാടും അങ്ങനെ പലരുടെയും നിലപാട് ഒക്കെ അതിൽ മുഖ്യമന്ത്രിയും ഞങ്ങളും ഒക്കെ പറഞ്ഞു ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ ആ അന്വേഷണം നടന്നു കഴിഞ്ഞിട്ടല്ലേ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. സെൻകുമാറിനെ മാറ്റാൻ തീരുമാനിച്ച എന്ത് അന്വേഷണ റിപ്പോർട്ട് വെച്ചിട്ടാണ്? സെൻകുമാറിനെ നിങ്ങൾ മാറ്റാൻ തീരുമാനിച്ച വല്ല അന്വേഷണ റിപ്പോർട്ടും വെച്ചിട്ടാണോ? അത് രാഷ്ട്രീയ നിലപാടായിരുന്നു. നിങ്ങൾക്ക് RSകാരെ കണ്ട ADGPയുടെ കാര്യത്തിൽ രാഷ്ട്രീയ നിലപാടൊന്നുമില്ല. ഏതോ അന്വേഷണ റിപ്പോർട്ട് കാത്തിരിക്കുകയാണ്. അസ്വസ്ഥതയല്ല നിങ്ങൾ പറയുന്നത്. തന്ത്രപരമായി വ്യാജം പറയാണ്. തന്ത്രപരമായി വ്യാജം പറയാണ്. RSSകാരെ കണ്ട ADGPയെ നമുക്ക് പറ്റില്ല, LDFന് പറ്റില്ല എന്നത് CPIയുടെ രാഷ്ട്രീയ നിലപാടാണ്. CPMന് രാഷ്ട്രീയ ഇല്ല. CPMന് രാഷ്ട്രീയ നിലപാടില്ല. CPM ഏതോ ഞാൻ സംസാരിക്കട്ടെ, ഒരു മിനിറ്റ് സംസാരിക്കട്ടെ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം CPMനില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം CPMനില്ല. അതിപ്പോ ഉള്ളത് കേരളത്തിലെ UDFനാണ്. അവരെ ഉപദേശിച്ചാൽ മതി, ഞങ്ങൾ ഉപദേശിക്കാൻ വരണ്ട. ഞാൻ പറയുന്നില്ല, എന്നെ കൊണ്ട് വയ്യ, അതുകൊണ്ടാ. അല്ല, താങ്കൾ പറയുന്നതിൽ എന്റെ ഒബ്ജക്ഷൻ ഞാൻ ഉന്നയിക്കണ്ടേ? ഇതൊരു വളരെ ചുരുങ്ങിയ സമയത്തെ ചർച്ചയല്ലേ? പറയുന്നത് കേൾക്കാൻ പറ്റില്ല. അല്ല, ഞാൻ പറഞ്ഞ ചുരുങ്ങിയ സമയത്തെ ചർച്ചയിൽ എന്റെ ഒബ്ജക്ഷൻസ് എന്റെ തിരുത്തുകൾ ഞാൻ പറയട്ടെ. നിങ്ങൾ തന്നെ നിങ്ങളൊന്ന് ക്ഷമയോടെ, നിഷാദെ, ഒന്ന് ക്ഷമയോടെ ഇന്ന് പോയിട്ട് നിങ്ങൾ ഇന്ന് ഈ ചർച്ച ഒന്ന് കേട്ടു നോക്ക്. നിങ്ങൾ പൂർണ്ണ സമയം സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു ചെറിയൊരു ന്യായം വേണ്ട. ഞാനൊരു എനിക്കൊരു അല്ല, എന്റെ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ പിൻവാങ്ങാൻ താങ്കൾക്ക് ഒരു സമയം തരാം. എനിക്ക് അപ്പുറത്തേക്കൊന്ന് പോവുകയും വേണം. വസീഫ, ഒരു കാര്യം ഇതിനകത്തുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞു, ഞാൻ അതിനുശേഷം താങ്കൾക്ക് സമയം തരാം. ഞാനൊരു 10 സെക്കൻഡ് ഒരു കാര്യം പറഞ്ഞിട്ട് താങ്കൾ സമയം എടുത്തോ. 10 സെക്കൻഡ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ സമയം എടുത്തോ. അസ്വസ്ഥതയുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അസ്വസ്ഥതയുടെ അസ്വസ്ഥതയുടെ കാരണം ഞാൻ പറയാം. അസ്വസ്ഥതയുടെ കാരണം ഞാൻ പറയാം. ഈ വിഷയത്തിൽ എന്താണ് CM ഓഫീസിന് PR ഏജൻസിയുടെ സഹായം ഉണ്ടോ എന്നുള്ള ചർച്ച ഉന്നയിക്കുമ്പോൾ അത് പിന്നീട് എപ്പോഴെങ്കിലും വിശദീകരിക്കപ്പെട്ടോളൂ എന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ പറയാണ്. എന്ന് വെച്ചാൽ ഈ ചർച്ചയുടെ കോർ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യില്ല എന്നൊരു വാശിയിൽ താങ്കൾ വേറെ വഴിക്ക് സഞ്ചരിക്കുന്നു. ഞാൻ ഇടപെടണ്ടേ? എൻ്റെ ചർച്ച ഇതാണ്. താങ്കൾക്ക് പറയാനുള്ള കാര്യം പറഞ്ഞോളൂ, എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ അതിൽ തൊടുകയില്ല. അതിൻ്റെ വിശദീകരണം എപ്പോഴെങ്കിലും വന്നോളും. ഈ മൊത്തം രാഷ്ട്രീയ വിവാദം കത്തിയാളുമ്പോൾ എന്തിനാണ് ഈ നിശബ്ദത ഇങ്ങനെ എടുക്കുന്നത്? ഒരു PR ഏജൻസിയും ഇല്ലെങ്കിൽ ഒറ്റ വരി, ഒരൊറ്റ നിമിഷാർത്ഥം കൊണ്ട് പറയാമല്ലോ, ഒരു ഏജൻസി ഇല്ല. ഈ ഹിന്ദു പറയുന്ന നുണയാണ്. ഹിന്ദുവിനെതിരെ നിയമ നടപടി തുടങ്ങിയിരിക്കുന്നു എന്ന് പറയാൻ ധൈര്യപ്പെടാത്ത സർക്കാരിന് ഒളിക്കാനുണ്ട് എന്നതിന് താങ്കൾ ആൻസർ ചെയ്യുന്നില്ല. ഇനി പറഞ്ഞോളൂ. ഒരു PR ഏജൻസി ഇല്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞില്ലേ? ഇനിയും അതിൽ എന്ത് പറയണം? അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ ഉള്ളവരെ കുറിച്ചുള്ള വ്യക്തത മുഖ്യമന്ത്രി വരുത്തും എന്നും പറഞ്ഞില്ലേ? ഇതിനപ്പുറം എന്ത് പറയാനാ? പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പിന്നെ ഇതിങ്ങനെ ഉരുട്ടി പറയാ. നിങ്ങൾ ചോദിച്ചതിന് നല്ല കൃത്യമായി മറുപടി ഞാൻ പറഞ്ഞതല്ലേ? ഒരു PR ഏജൻസി ഇല്ല. അങ്ങനെ ഒരു PR ഏജൻസിയുടെ ആവശ്യം മുഖ്യമന്ത്രിക്കില്ല. പിന്നെ എന്തിനാണ് പറഞ്ഞത്? ഹിന്ദുവിനെതിരെ കേസുണ്ടെന്ന് ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഇതുവരെ കേസില്ല എന്നാണ് നിങ്ങളെപ്പോലെ എന്റെയും അറിവ്. എന്താ ഇല്ലാത്ത നടപടി എന്നുള്ളത് ആലോചിക്കും, സ്വാഭാവികമായിട്ട് ആലോചിക്കും. അതാ ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായിട്ടും തുടർ നടപടികൾ ആലോചിക്കും. അല്ല, ഞാൻ ചോദിക്കട്ടെ, വസീഫ് ഹിന്ദുവിനെതിരെ നിയമ നടപടി ആലോചിക്കുന്നുവെന്ന് വസീഫിന്റെ DYFI പ്രസിഡന്റ് കപ്പാസിറ്റിയിൽ പറയുന്ന കാര്യം കൊടുക്കട്ടെ. പിന്നെ നിങ്ങൾ തന്നെ ഒറ്റ ചോദ്യം, DYFI പ്രസിഡന്റ് എന്ന കപ്പാസിറ്റിയിൽ ഹിന്ദുവിനെതിരെ നിയമ നടപടി ആലോചിക്കും എന്ന് താങ്കൾ പറയുന്നത് കൊടുക്കട്ടെ. നിങ്ങൾ മൊത്തം ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എന്റെ ഒറ്റ ചോദ്യം കൂടെ ഉള്ളൂ. DYFI പ്രസിഡന്റ് എന്ന നിലയിൽ ഹിന്ദുവിനെതിരായ നിയമ നടപടി ആലോചിക്കുന്നു എന്ന് താങ്കൾ പറയുന്നത് കൊടുക്കട്ടെ.
ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഓക്കെ, ശരി, വല്ലാത്ത കഷ്ടമായിട്ടോ നിങ്ങളുടെ ഒരു ഈ അസഹിഷ്ണുത. പറയൂ വസീഫ് പറഞ്ഞോളൂ, ഞാൻ ഇനി ഇടപെടുന്നില്ല. കുറച്ച് സമയം നമുക്കൊന്ന് രാജു പി നായരിലേക്ക് പോകണം. വേണ്ട, ഞാൻ നിങ്ങളെ ചർച്ച കേട്ടോളാം. കാരണം അതിനാണല്ലോ നിങ്ങൾ വിളിച്ചിരുത്തിയത്. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഈ വൺ മാൻ ഷോ ഫുള്ള് കേട്ടിരിക്കാൻ ഇല്ല, അങ്ങനൊന്നുമില്ല. കാരണം ഒന്നാമത് നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കുന്നുമില്ല. ഇല്ല, താങ്കൾ പൂർത്തിയാക്കും. അങ്ങനെ നമുക്കൊരു ഒരു അസ്വാരസ്യത്തിൽ പോകണ്ട. നിങ്ങൾ പറയുന്നത് ബഹളായി പോകും. ആളുകൾ കരുതും നമ്മളെന്താ വെറുതെ ഈ ഇങ്ങനെ ബഹളം വെക്കാനായിട്ട് വന്നിരുന്നത്.